ഉരുൾപൊട്ടൽ നാശം വിതച്ച വയനാട്ടിൽ നിന്ന് പ്രിയദർശിനി ഒറ്റയ്ക്ക് മടങ്ങി. ഒഡീഷയിൽ നിന്നും മധുവിധുവിനായി ചുരൽമലയിലെത്തിയ 4 യുവദമ്പതികളിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടതാണ് പ്രിയദർശിനി. ഇന്ന് രാവിലെയാണ് പ്രിയദർശിനി ഡിസ്ചാർജായി ബന്ധുക്കൾക്കൊപ്പം നാട്ടിലേക്ക് മടങ്ങിയത്. ഭുവനേശ്വർ എയിംസിലെ ഡോക്ടർമാരായ ഡോക്ടർ ബിഷ്ണു പ്രസാദ് ചിന്നാര, ഭാര്യ ഭുവനേശ്വർ ഹൈടെക് ആശുപത്രിയിലെ നഴ്സ് പ്രിയദർശിനി പോൾ, ഡോക്ടർ സ്വാധീൻ പാണ്ഡ, ഭാര്യ ഡോക്ടർ സ്വീകൃതി മോഹപത്ര എന്നിവർ ഉരുൾപൊട്ടലുണ്ടായതിന്റെ 3 ദിവസം മുൻപാണ് ചൂരൽമലയിലെത്തിയത്. സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായവർ 4 പേരും ലിനോറ റിസോർട്ടിൽ മധുവിധു ആഘോഷിക്കാനാണ് എത്തിയത്. ബംഗളൂരുവിൽ നിന്നും ടാക്സി മാർഗം എത്തിയ ദമ്പതികൾ അന്നേ ദിവസം രാവിലെ കർണാടക വഴി തിരികെ മടങ്ങാനായിരുന്നു പദ്ധതി. പക്ഷേ 1 ദിവസം കൂടി നിന്നിട്ട് തിരികെ പോകാമെന്ന് ദുർനിമിത്തം പോലെ തീരുമാനിച്ചു. അന്ന് രാത്രി ഭർത്താവിന് ഇഷ്ടപ്പെട്ട ആഹാരമെല്ലാം തയ്യാറാക്കി നൽകിയ ശേഷം ഏറെ വൈകിയാണ് ഉറങ്ങിയത്. വൻ ശബ്ദം കേട്ടുണർന്നു നോക്കുമ്പോൾ റിസോർട്ട് മണ്ണിനടിയിലായിരുന്നത്രേ. കഴുത്തറ്റം ഞെരിഞ്ഞമർന്ന മണ്ണിൽ നിന്നും ജീവനും പറിച്ച് വേച്ച് സാരമായ പരിക്കുകളോടെയാണ് പ്രിയദർശിനി ഉയർന്ന ഭാഗത്തെത്തിയതെന്ന് ഭാഷാ സഹായി കൂടിയായ സാനിയ പറയുന്നു. സൗണ്ട് ഇട്ടപ്പോൾ കണ്ണുറന്നപ്പോൾ ചേച്ചി വിചാരിച്ച് ഇതെന്താ സൗണ്ട് എന്ന് പറഞ്ഞിട്ട് കണ്ണുറന്നിട്ട് നോക്കിയപ്പോൾ വാതിലിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് വെള്ളം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ ഹസ്ബൻഡിനെ ഇങ്ങനെ തൊട്ടപ്പോൾ തന്നെ എല്ലാം പോയി. ഇവർ മണ്ണിൻ്റെ ഉള്ളിലേക്കായിപ്പോയി. അങ്ങനെ മണ്ണിൻ്റെ ഉള്ളിലായിപ്പോയപ്പോൾ ഇവർ 4 പേരും വേറെ വേറെ ഭാഗമായിപ്പോയിട്ട് ഈ ചേച്ചി പെട്ടെന്ന് എല്ലാം എവിടേക്കാ പോകുന്നത്, ഇവർ മണ്ണിൻ്റെ ഉള്ളിൽ എവിടേക്കാ പോകുന്നതെന്ന് തിരിഞ്ഞിട്ട് ലാസ്റ്റ് ഇവിടെ എവിടോ എത്തിച്ച് നമ്മളെ മണ്ണൊക്കെ ഉള്ള ഭാഗത്ത് വെള്ളമൊന്നും ഇല്ലായിരുന്നു. ആ ഭാഗത്ത് അവിടെ രക്ഷപ്പെട്ട്. ഉമ്മയുടെ സർജറിക്കായി ആശുപത്രിയിലെത്തിയ സാനിയയായിരുന്നു പ്രിയദർശിനിയുടെ ഏക കൂട്ട്. മറ്റാരോടും മിണ്ടാതെ ദുരന്തത്തിൽ കനത്ത മാനസികാഘാതമേറ്റ പ്രിയദർശിനി സാനിയയോട് മാത്രമാണ് വിവരങ്ങൾ പങ്കുവച്ചിട്ടുള്ളതും കരയാറുള്ളതും. ഇപ്പോൾ ഇന്നലെ ഭയങ്കര സങ്കടമൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നോട്. ഇനി ഇങ്ങോട്ടേക്കൊന്നും വരത്തില്ല, അങ്ങനെ ഒരു മണ്ണായിപ്പോയി വയനാടത്തെ മണ്ണ്. ഇത് ആദ്യമായിട്ടായിരുന്നു വന്നീനെ കേരളത്തിലേക്ക്. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, എൻ്റെ ഹസ്ബൻഡും പോയി, എല്ലാ കാര്യങ്ങളും പോയി എന്ന് പറഞ്ഞിട്ട് ഒരു സങ്കടം പറഞ്ഞു കേൾക്കുന്നതിലൊക്കെ. മകളെ നന്നായി നോക്കിയ കേരളത്തിലെ ജനങ്ങളോടും ആശുപത്രിയോടും വലിയ കടപ്പാടുണ്ടെന്ന് പ്രിയദർശിനിയെ കൊണ്ടുപോകാനെത്തിയ അച്ഛനും സഹോദരനും ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. केरल में हम आकर बहुत खुश हूँ. हेल्पिंग नेचर, सब हेल्पिंग नेचर लोग है. ट्रीटमेंट बहुत अच्छा है, हॉस्पिटल भी बहुत अच्छा है, अरेंजमेंट भी बहुत अच्छा है. हॉस्पिटल बहुत मैंने हेल्प किया है रिकवरी के लिए. अभी रिकवर हो गया, मेरा डॉटर रिकवर हो गया, अच्छा से हम जा रहे हैं. Here all the foundations are doing their jobs very good. Mostly the Nehla Foundation helped us very much. They from beginning to now. ദുരന്തത്തിലകപ്പെട്ട കർണാടക സ്വദേശി മഞ്ജു എന്ന ഡ്രൈവറിൽ നിന്നാണ് നെഹ്ല ഫൗണ്ടേഷൻ പ്രവർത്തകർക്ക് ഇവരെക്കുറിച്ചുള്ള ആദ്യ വിവരം ലഭിച്ചതും രക്ഷപ്പെടുത്തിയതും. ടാക്സി ഡ്രൈവറിൽ നിന്നാണ് ഇവരുടെ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചതും. ഒറ്റപ്പെട്ട് കിടക്കുന്ന ഇവരെ എന്ത് ചെയ്തു, കണക്ട് ചെയ്ത് ഒഡീഷയിൽ നിന്നും പേരൻസിനെ കണക്ട് ചെയ്തു. ഒഡീഷയിൽ നിന്ന് ബാംഗ്ലൂരേക്കായിരുന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് എന്ത് ചെയ്തു, ഞങ്ങൾ എയർപോർട്ടിൽ കാലിക്കറ്റിലേക്ക് ടിക്കറ്റ് എടുത്ത് കൊടുത്തു. അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. ഇവിടെ വന്നപ്പോൾ അവരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയതമാനായിട്ടുള്ള ഹസ്ബൻഡ് മരണപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ ആ ഒരു കോമയിൽ നിന്ന് ഇവർ ഇപ്പോഴും മാറിയിട്ടില്ല. അങ്ങനെയാണ് ഈ ഒഡീഷയിൽ നിന്ന് ഇവരെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. ഞങ്ങളാണ് പറഞ്ഞത് കാലിക്കറ്റൊക്കെ നിങ്ങൾ ഫ്ലൈറ്റ് ഞങ്ങൾ നോക്കി. അപ്പോൾ ചാർട്ട് ചെയ്ത കാലിക്കറ്റ് ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ അവിടത്തേക്ക് അവർ ടിക്കറ്റ് എടുത്തു. അപ്പോൾ അവർക്ക് ഭയങ്കര പേടിയായിരുന്നു, ഇത് ആരാണ് എന്താണ് സംഭവമൊക്കെ. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് നമ്മളെ മലയാളികളുടെ ഈ ഒരു കൂട്ടായ്മ ഇതൊക്കെ കണ്ടപ്പോൾ അയാൾ കണ്ണിൽ തന്നെ വെള്ളം വന്നുപോയി ഞങ്ങളെ കണ്ട. അപ്പോൾ ഞങ്ങളിപ്പം ഡ്രോപ്പ് ചെയ്യാൻ അവരെന്നെ എന്താക്കി, നിങ്ങൾ തന്നെ വരണമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. പ്രിയദർശിനിയുടെ ഭർത്താവ് ഡോക്ടർ ബിഷ്ണു പ്രസാദ് ചിന്നാരയെ ചൂരൽമലയിലെ മണ്ണിനടിയിൽ നിന്നാണ് കിട്ടിയത്. മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി ഇന്നലെ റോഡ് മാർഗം നാട്ടിലേക്ക് അയച്ചു. ഡോക്ടർ സ്വാധീൻ പാണ്ഡയെ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഭാര്യ ഡോക്ടർ സ്വീകൃതി മോഹപത്ര വിംസ് മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. ഒന്നിച്ചു പോയവർ 2ആയി, ജീവനോടെയും ചലനമറ്റും തിരിച്ചുപോയി.
ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ മധുവിധു ആഘോഷിക്കാൻ വന്നവർ മടങ്ങിയത് ആകസ്മിക വൈധവ്യം പേറിയാണ്. മരണം വരെ മറക്കാൻ കഴിയാത്ത വിധം ട്രോമയിലായവർ. ആശ്വാസവാക്കുകൾ നിഷ്ഫലമായി പോകുന്ന സമയം. ഇനിയൊരിക്കലും ഈ മണ്ണിലേക്കില്ല എന്നുറപ്പിച്ചാണ് പ്രിയദർശിനി മടങ്ങിയത്. ക്യാമറമാൻ ഷംസുദ്ദീനോടൊപ്പം ഫൗസിയ മുസ്തഫ, ന്യൂസ് മലയാളം, മേപ്പാടി.